ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്നതിനെതിരെയാണ് ഭാഗ്യലക്ഷ്മി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആൾ 55 ദിവസം ജയിലിൽ കിടക്കുമോ എന്നും സംഘടനകൾ പലതും അതിജീവിതയ്ക്കൊപ്പം അല്ല എന്നും ഭാഗ്യലക്ഷ്മി വിമർശിക്കുന്നു. ഒരു സിനിമാ സംഘടനകളുടെയും ഭാഗമാകാൻ താൻ ഇനിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി. അതിശക്തമായ പ്രതിഷേധമാണ് സിനിമാ സംഘടനകൾക്കെതിരെ ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നത്. അതായത് ഫെഫ്കയുടെ അംഗമായിരിക്കുമ്പോഴും ഫെഫ്കയുടെ തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന നിലപാടെടുക്കുന്നു. ഇത് ഫെഫ്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റെല്ലാ സിനിമാ സംഘടനകളും ഇതേ നിലപാടെടുക്കുന്നു എന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വിമർശനം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ഘട്ടത്തിൽ എത്രമാത്രം വ്യഗ്രതയാണ് ദിലീപിനെ തിരിച്ച് സംഘടനയിലേക്ക് എടുക്കാൻ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. അതായത് ഇത് അന്തിമ വിധിയല്ലല്ലോ, മറ്റു കോടതികളിലെ സർക്കാർ ഇപ്പോൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലും പരിഗണിക്കാതെ എങ്ങനെയാണ് ദിലീപിനെ സംഘടനകൾ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുക എന്ന ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ഇവിടെ ഉന്നയിക്കുന്നത്. വിധി വന്ന അടുത്ത സെക്കൻഡ് സെക്രട്ടറി പറയുന്നു, അപേക്ഷ കിട്ടിയാൽ ഉടൻ പരിഗണിക്കും. അത് ഫെഫ്കയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ല പറയേണ്ടത്. ആ സംഘടനയാണ് അയാൾക്ക് അംഗത്വം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയുള്ളൊരു സ്വീകരണം, അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ, വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതിജീവിതയ്ക്കൊപ്പം വീട്ടിലിരുന്നാണ് ഈ വിധി കണ്ടത്. അപ്പോൾ മാനസികമായി വല്ലാത്ത വേദനയാണ് അവർ അനുഭവിച്ചത്. അതൊന്നും പരിഗണിക്കാത്ത നിലപാടിലേക്ക് എങ്ങനെയാണ് ആ സിനിമാ മേഖലയിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ പ്രശ്നം നേരിടുന്ന ഒരാൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വൃന്ദം ഇത്തരത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്, ചോദിക്കുകയും ചെയ്തത്. വെറുതെ ഒരാൾ 85 ദിവസം ജയിലിൽ കിടക്കുമോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യലക്ഷ്മി തീരുമാനിക്കുന്നു. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നിലപാടിനെയാണ് ഭാഗ്യലക്ഷ്മി പ്രത്യക്ഷത്തിൽ വിമർശിക്കുന്നത്. അത്തരത്തിൽ നിലപാടെടുക്കാൻ എങ്ങനെ കഴിയും, അങ്ങനെ നിലപാടെടുക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഈ സംഘടനയിലെ നേതാക്കൾ എന്ന ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. നമ്മോട് ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത് നിലവിൽ എന്തായാലും രാജിക്കത്ത് ലഭിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്. ഒപ്പം ഭാഗ്യലക്ഷ്മി UDF കൺവീനർ അടൂർ പ്രകാശിനെയും കടന്നാക്രമിക്കുന്നുണ്ട്. അതായത് ഏത് ഘട്ടത്തിലാണ് ദിലീപിന് നീതി ലഭിച്ചു എന്ന നിലപാടിലേക്ക് എത്താൻ കഴിയുക, അപ്പോൾ അടൂർ പ്രകാശ് പ്രതിദാനം ചെയ്യുന്ന ആ പാർട്ടി, ആ പ്രസ്ഥാനമാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അപ്പീൽ പോലും പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കില്ലേ എന്ന രാഷ്ട്രീയമായ വിമർശനവും ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, കേസിൻ്റെ വിധി വന്നതുമായി ബന്ധപ്പെട്ട് പലതരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ശക്തമായ ഗൗരവമുള്ള പ്രതികരണമായി ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇപ്പോൾ മാറുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.